ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കണത്. കുറച്ച് ദിവസമായി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു. മീനും ഇറച്ചിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇല്ലാത്തതുകൊണ്ടല്ല, കഞ്ഞി കുടിക്കാൻ തോന്നിയിട്ട് കുറച്ചായി. വീട്ടിലങ്ങനെ കാര്യമായിട്ട് പിള്ളേർക്കും ആർക്കും ഇങ്ങനെ കഞ്ഞിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എനിക്ക് എന്താണെന്നാവോ ഇപ്പോൾ കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സെക്കൻഡൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള കാര്യമല്ലേ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഇന്ന് എന്തായാലും അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മൺപയർ എന്ന് പറയും ഇവിടെ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ രാവിലെ മുതൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ കഴുകി റെഡിയാക്കിയിട്ട് 2-3-4 പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അതിന് വിസിലായി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് മടി കുടുങ്ങിയിട്ടാണോ എന്ന് ചോദിച്ചാൽ മടിയാണ്. പക്ഷേ എന്നാലും ഞാൻ രാത്രിയൊക്കെ എത്ര മടിയാണെങ്കിലും ഇരുന്ന് ഇത് റെഡിയാക്കി വെക്കാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എന്താണാവോ രാത്രി ആകുമ്പോൾ ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നും, കിടക്കുമ്പോഴെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും കിടക്കാമെന്ന്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ മടി. പിന്നെ ലാസ്റ്റായി ചെറിയ ഉള്ളിയൊക്കെ കുഞ്ഞാപ്പിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ ലാസ്റ്റും കൂടെ മൊത്തം തീർന്നിട്ട് പേടിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ആ ചെറുത് അവിടെ വയ്ക്കും, വലുത് മാത്രം ഞാൻ എടുക്കും. ഉണ്ടാക്കാൻ മടി കൊണ്ടാണേ. അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് അവിടെ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് ഇനി നമുക്കതിലേക്ക് ചമ്മന്തിക്കുള്ള ചെറിയുള്ളിയും പിന്നെ ഉപ്പേരി കുത്തി വറുത്തിടാനുള്ള ചെറുള്ളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മൺപയർ എന്നാട്ടോ അവിടെ പറയാം, മൺപയർ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെന്തിട്ടുണ്ടായിരുന്നു. ഒരു 4 വിസിലാണ് തോന്നുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, 4 വിസിൽ തന്നെ. അപ്പോഴേക്കും തന്നെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ അതിലേക്കൊക്കെ ഉള്ളിയും മുളകും കുത്താൻ വേണ്ടിയിട്ടാണ് വറ്റൽമുളകും ചെറുള്ളി വെളുത്തുള്ളി. ഉപ്പേരിയിലേക്ക് ഇത് ഒഴിച്ചിട്ട് വേറെ ഒരു സംഭവം ഞാൻ ചെയ്യില്ല. കടുക് മാത്രം, ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ കുത്തി വറുത്തിട്ട് ഉപ്പേരി മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. കറിയുടെ ഒരു ആവശ്യമില്ല എനിക്ക്. മീൻ വറുത്തതും വേണമെന്നില്ല. അങ്ങനെ ഒരുപാട് ഉപ്പേരി ഇങ്ങനെ ഇപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കണം എനിക്ക് നല്ല ഇഷ്ടമാണ്. കറി വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ഉള്ളിയും മുളകും കുത്തിയിട്ടാട്ടോ ഉപ്പേരിയൊക്കെ വറുത്തിടുക. അതൊക്കെ കുത്തിയിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. ഇനി നമുക്കത് എന്താക്കുക വെച്ചാൽ ഉപ്പേരി വറുത്തിടാൻ വേണ്ടിയിട്ടാട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ചമ്മന്തിക്കുള്ള സംഭവങ്ങൾ അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു 2-3 വറ്റൽമുളക്. ഈ വറ്റൽമുളക് നല്ല എരിവാണ് കേട്ടോ, കാണുന്ന പോലെയല്ല, അടിപൊളി മുളകാണ്. കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ കുത്തി വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയിലേക്ക് പൊട്ടിച്ച് കടുകും മുളകൊക്കെ കാച്ചാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അത് അടിപൊളി മുളകായിരുന്നു കേട്ടോ. കുറച്ച് വാങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ വേഗം പൂത്ത് പോകും. ഫ്രിഡ്ജിലാട്ടപ്പോൾ വയ്ക്കുക, അതുകൊണ്ട് ഇപ്പോൾ പൂക്കാറില്ല. മറ്റേത് ഞാനിങ്ങനെ പൂത്ത് പോവും, പൊട്ടായി പോവും ഉള്ളൊക്കെ. എന്നിട്ട് ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് പാനിൽ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 വറ്റൽമുളക്, പിന്നെ ഒരു പിടിയോളം ചെറുള്ളി, ഒരു 2-3-4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് വേപ്പിലയും പിന്നെ പുളി, ഉപ്പ്. ഇതാണ് നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടത്. ഇത് അടിപൊളി ചമ്മന്തി കേട്ടോ. പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ ഇങ്ങനെ ചമ്മന്തിക്കല്ലുണ്ട്. ചമ്മന്തിക്കല്ലല്ല, ചമ്മന്തി മുട്ടി, ഒരു പലക. അതിലിങ്ങനെ ഒരു കുഴിയൊക്കെ ആയിട്ട് നമ്മുടെ ചിരട്ടക്കയിലിൻ്റെ കയ്യിലോണ്ട് ഇങ്ങനെ ഉരതിയിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുക. എൻ്റെ പൊന്നോ, ഒരു രക്ഷയുണ്ടാവില്ല. വെറുതെ ഈ ഒരു ഉണക്കമുളകും പുളിയും ചെറുള്ളി ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് എന്തൊരു ടേസ്റ്റാണ് പറയുക. അമ്മമ്മ ഉണ്ടാക്കണ ഓരോ സാധനങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വെറുതെ ഒന്ന് പുളിയും മുളകും തിരുമ്പിയാൽ മതി. ഓരോരുത്തരുടെ കൈപ്പുണ്യം എന്ന് പറയില്ലേ, അതുപോലെയാണ്. അതൊക്കെ ആയപ്പോഴേക്കും ഞാൻ കടുക് ഇട്ടിട്ട് നമ്മൾ ഈ കുത്തി വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. വേപ്പില ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മൺപയർ വെന്തത് അതിലേക്ക് തട്ടിക്കൊടുത്തു. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ട് കുറച്ചൊരു ചാറ് രൂപത്തിലാട്ടോ ഞാൻ ആക്കിയത്. ഇനി അതങ്ങോട്ട് വറ്റി വരണം. അപ്പോൾ ഈ ഒരു മൂപ്പിച്ച ഉള്ളിയുടെയും എല്ലാം കൂടെയും ഫ്ലേവർ അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് ചമ്മന്തി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മുടെ ആ മുട്ടിയിൽ ചതയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഒന്ന് മിക്സിയിൽ ഒന്നും ഇങ്ങോട്ട് കറക്കാമെന്ന്. ഉള്ളി നല്ലോണം അരയരുത്, ഉള്ളി മുളകൊക്കെ ഒന്ന് ചതയാനേ പാടുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റിൻ്റെ ഒരു കാര്യം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കുക. ചമ്മന്തി റെഡിയായി. നാളികേര ചമ്മന്തിയും ഇങ്ങനത്തെ ചുട്ടരച്ച ചമ്മന്തിയും ഒക്കെ കഞ്ഞിയിലേക്ക് അടിപൊളിയാണല്ലോ. എനിക്കിത് എന്ത് പറ്റിയെന്നാവും, കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമായി ഇങ്ങനെ കഞ്ഞി കുടിക്കണം. എനിക്ക് പിള്ളേർ ഇവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കണ്ണൻകുട്ടിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ കഞ്ഞി, വെള്ളച്ചോറ്, അങ്ങനത്തെ സാധനമൊക്കെ. പൂജുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കും എന്നാലും പിന്നെ മതി, അല്ലെങ്കിൽ പിന്നെ എല്ലാം ഉണ്ടാവും, കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അത് കൂട്ടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിക്കും. കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വയ്ക്കും, പക്ഷേ അതിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ വിട്ടുപോകും. ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു കഞ്ഞി കുടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന്. അതൊക്കെ പറഞ്ഞ് ചമ്മന്തിയൊക്കെ അരച്ച് ആയപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയും സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൻപയറും ചെറുപയറും കടലപ്പരിപ്പ് ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് വെച്ച് വീട്ടിൽ വെക്കുന്നതും പിള്ളേർക്ക് കൊടുക്കണമൊക്കെ നല്ല തന്നെയാണ്. ഇറച്ചി മീനൊക്കെ എന്നും ആവണേക്കാട്ടിലും
ഇടയ്ക്ക് ഇങ്ങനത്തെ ഇലക്കറികളും ഇങ്ങനത്തെ പയറുവർഗ്ഗങ്ങളും ഒക്കെ ചെല്ലുന്നത് നല്ലതാണല്ലോ വലിയവർക്കാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഫുഡ്. ചമ്മന്തിയിൽ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി മാറ്റി വെച്ചു. നമ്മുടെ ഉപ്പേരിയൊക്കെ ഒരു പാത്രത്തിലാക്കി ഒഴിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഞാനൊരു കുഞ്ഞ് 2, 3, 4 പപ്പടം ഉണ്ടായിരുന്നു. എന്നാൽ വിചാരിച്ചു അത് ചുടുകയും കൂടെ ചെയ്യാമെന്ന് കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ ഒരു ചുട്ട പപ്പടത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇതിൻ്റെ ആൾ എൻ്റെ അമ്മയും അച്ഛയൊക്കെയാണ് കേട്ടോ. ചുട്ട പപ്പടമൊക്കെ അവർക്ക് ഇഷ്ടം. ഞാൻ പിന്നെ ഒരു രസത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു 4 ഉള്ളൂ, ഇനിയിപ്പോൾ അതവിടെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ പപ്പടത്തിൻ്റെ മെയിൻ ആൾ കണ്ണൻകുട്ടി കേട്ടോ. അവന് പക്ഷേ പപ്പടം കാച്ചിയത് വേണേ. ചുട്ടതായാലും കഴിക്കും, പക്ഷേ കാച്ചിയ പപ്പടത്തിനൊരു കയ്യും കണക്കില്ലാണ്ട് അവൻ കഴിക്കും. അതൊക്കെ ആയിട്ട് ഞാൻ കൈയോടെ നമ്മുടെ പാത്രങ്ങളൊക്കെ എന്നത്തെയും പോലെ തന്നെ കഴുകി വെക്കുകയാണ് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു ചടങ്ങാണ്. ഇപ്പോൾ തോന്നി ഈ ഒരു 4 പാത്രം കഴുകണേനാണോ അങ്ങനെ പറയണത്? അല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ പാത്രം കഴുകാനേന് ഒരു കയ്യും കണക്കൊന്നും പറയണതില്ല. എന്നാൽ ഞാൻ ഈ 2 പാത്രം വെച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് വണ്ടിയിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാത്രം മൂറുക പറഞ്ഞാൽ എനിക്ക് ചടപ്പാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ടാബും കാര്യങ്ങളും ഗ്യാസ് സ്റ്റൗവും എല്ലാം ഞാൻ തുടച്ചിട്ടു. ഇതൊരു തുടക്കലൊരു 10 പ്രാവശ്യമൊന്നും അല്ല ഒരു ദിവസം ഉണ്ടാവുക. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെ തുടച്ചിട്ടുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. ഓൾറെഡി അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയിപ്പോൾ ഉള്ളിയുടെ തോലോ ഇനിയിപ്പോൾ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ഒന്ന് അടിച്ച് വാരിയിട്ടു കേട്ടോ. ഇനി നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഞ്ഞിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും ചട്ടിയിൽ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചോറും പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ഇതൊരുപാടായിട്ടൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു കൊതി ഇതിൻ്റെ അടുത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ കഞ്ഞിക്ക് ഇത്ര ഒരു എന്താ പറയുക ബിൽഡപ്പ് ഇടാനുള്ളതെന്നൊക്കെ തോന്നും. പക്ഷെ എന്താ നമുക്ക് കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെ അതിനോടൊരു കൊതി. ഇന്ന് എന്താണെന്നാവോ കഴിക്കാത്തതുകൊണ്ട് എന്തോന്നാവോ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടൊരു കൊതി. കഞ്ഞിവെള്ളം ചോറും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ വൻപയർ ഉപ്പേരിയും ചമ്മന്തിയും പിന്നെ കുറച്ച് നാരങ്ങാച്ചാറും പിന്നെ നമ്മുടെ ചുട്ട പപ്പടവും കൂടെ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണത്. ചിലർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. കഞ്ഞി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി നമുക്കിവിടെ അങ്ങനെ കഞ്ഞീനോട് വലിയ താല്പര്യം ആർക്കും ഇല്ലെങ്കിൽ കൂടെ ചില സമയത്ത് നമുക്കിതിനോട് വലിയ കൊതിയാവും. എനിക്കിവിടെ കൂടുതൽ ഇഷ്ടം വെള്ളച്ചോറാട്ടോ. വെള്ളച്ചോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ചോറ് ഇതേപോലെ ചട്ടി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഇന്ന് സിമ്പിളായിട്ട് കുറേ ആയി കഞ്ഞി കുടിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മീനും ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു. പിള്ളേർക്ക് ഇന്നലത്തെ ബീഫിൻ്റെ ഇരിക്കുന്നുണ്ട്, മോരുകറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടി കഞ്ഞി കുടിക്കാം കേട്ടോ. കുറേ ആയി കഞ്ഞി കുടിച്ചിട്ട്. എനിക്ക് പേഴ്സണലി കഞ്ഞി ഇഷ്ടമല്ല ചോദിച്ചാൽ കുടിക്കും. ചിലർക്ക് കഞ്ഞിയോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയല്ല. പക്ഷെ ഇപ്പം വെച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കൊതി. പൂജയ്ക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു സാധനം കേട്ടോ കഞ്ഞി. ഉപ്പേരിയും അച്ചാറും ചമ്മന്തി എല്ലാം കൂടെ പുരട്ടി എനിക്ക് ഈ കടലപ്പേരിയില്ലേ ഇതും കഞ്ഞി നാരങ്ങാച്ചാറും കൂടെ കഴിക്കുന്ന ഓർമ്മ വരുന്നത്. പണ്ട് ഞങ്ങൾ പള്ളിയിൽ പ്രയറിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് അവിടെ എന്തോ ഒരു വിശേഷ സംഭവമാണ്. അന്ന് അവിടെ കഞ്ഞിയും ഇതേപോലത്തെ മമ്പയറോണ്ടൊരു ഉപ്പേരിയും അതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും ഇട്ടിട്ടില്ല. നാരങ്ങാച്ചാർ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്, നാവിലുണ്ട്. ഞാൻ എപ്പോഴും പൂജുട്ടിയോട് പറയും അവിടെ പോയിട്ട് ഞങ്ങൾക്ക് അന്നൊന്നും കഞ്ഞിക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ കഞ്ഞി എനിക്ക് അന്ന് മുതൽ എനിക്ക് കഞ്ഞി ഇഷ്ടമാവാൻ തുടങ്ങിയത് ഇത്തിരിയോടെ. ചുട്ട പപ്പടം ഇപ്പം ഉണ്ട്, അന്ന് ചുട്ട പപ്പടം ഒന്നുമില്ല. ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു പള്ളിയിൽ നിന്ന്. അതിൻ്റെ ഒരു ഓർമ്മക്കിത്. അപ്പം ഞാൻ ഫുള്ള് കഴിക്കട്ടെ. കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഒരു കാരണം കൊതിയുണ്ട്, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. എനിക്ക് ഈ ഒരു മൂത്രപ്പഴുപ്പിൻ്റെയും പിന്നെ ഈ ഒരു വയ്യായ്മയുടെയും കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓക്കെ ആവുക, വെള്ളം കൂടെ കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ കഞ്ഞി മെയിനായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കാര്യം. കഞ്ഞിയൊക്കെ കുടിച്ചപ്പോൾ ഒന്നും ഇങ്ങോട്ട് വയർത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു സുഖം കേട്ടോ, വല്ലാത്തൊരു ഫീൽ, ഒരു എനർജിക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ കച്ചവടത്തിന് കൊണ്ടുപോയിരുന്ന കച്ചവടത്തിന് നമ്മൾ ഈ വെള്ളം മേടിക്കുമല്ലോ ബോട്ടിൽ. അപ്പോൾ അത് വെക്കണ ഈ പ്ലാസ്റ്റിക് കവറുകളും പിന്നെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പം ഇന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയതാണ്. ഈ ഒരു എന്താ പറയുക ആ ഒരു ചേച്ചിമാർ ഇതെടുക്കാൻ വരുന്ന ഹരിത കർമ്മസേനയുടെ ചേച്ചിമാർ വരുമ്പോൾ ഇതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് വന്നപ്പോൾ വണ്ടിയിൽ നിന്ന് അവർ 2-3 ദിവസം ഷാജേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഇറക്കിയിട്ട് വേണമായിരുന്നു എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഉണ്ടായിരുന്നില്ല, കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നി അവർ വരുമ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു കവറിലാക്കി സെറ്റ് ചെയ്ത് കെട്ടി പുറത്തന്നെ വെച്ചു. എന്നാൽ ഇനി അവർ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പണിയിലാണെങ്കിലും പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ. അങ്ങനെ ചാക്കിലാക്കി കവറിലാക്കി വെച്ചാൽ ചാക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വലിയൊരു കവറിലാക്കിയിട്ട് ഒതുക്കി വെച്ചു. കുറച്ചധികം
കുപ്പികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് അവിടെയൊക്കെ അടിച്ച് വാരിയിട്ടു കേട്ടോ. എന്തോ എനിക്ക് വല്ലാത്തൊരു ഒരു എനർജി കിട്ടി. എന്താ പറയുക, നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയൊന്നും ഇല്ലാണ്ട്. അല്ലെങ്കിലും ഇപ്പോൾ ഇത് മടി കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട തന്നെ. ഈ ഭാഗത്ത് ഞാൻ നാളികേരമൊക്കെ പൊളിച്ച നമ്മുടെ തേങ്ങ പൊളിച്ച ചകിരി ഇങ്ങനെ കൂട്ടിയിട്ടായിരുന്നു. അത് അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ വെയിലുകൊണ്ട് തന്നെ അസലായിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കൊള്ളിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് വെക്കാനോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാനൊരു കവറിലാക്കി കെട്ടി ഒതുക്കി അപ്പുറത്ത് വെച്ചു. എന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കാൻ വെച്ചു. ഇനി വല്ല ഇഴജന്തുക്കളും വന്നിരുന്നാലോ എന്ന് എനിക്ക് കുറേ ദിവസമായി പേടി. അതിങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ടിരിക്കും. പക്ഷെ ഓരോരോ കാരണങ്ങൾ അപ്പുറത്തുണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല. ചോറുണ്ട പാടന്നെ ഒന്നും ഇങ്ങോട്ട് കുറച്ച് നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താക്കി ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്നാൽ അതൊക്കെ കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെയൊക്കെ ഒരു മാറാലയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ കാര്യങ്ങളാണ് ഇതൊക്കെ. എങ്കിൽ കൂടെ എന്തോ എത്ര ചെയ്താലും വൃത്തിയാവാത്ത പോലും തോന്നും എനിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ മഞ്ഞ കൊഴിഞ്ഞ് കിടക്കണേ. അത് വേഗം അടിച്ചു ഇനി പോവും. ഇപ്പോൾ എന്താ വെച്ചാൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യും കാലും കഴുകി ഒന്ന് കയറണം. അലക്കിയിട്ടതൊക്കെ രാവിലെ നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കേട്ടോ ഞാനത് അഴലിൽ നിന്ന് എടുക്കാഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ ആ വേസ്റ്റ് തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ കഴുകാണ്ട് അത് എടുക്കണ്ട വിചാരിച്ചു. അപ്പാടെ പിന്നെ അതോടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു. ഇനി അതൊക്കെ മടക്കി എടുത്ത് വെക്കാനുള്ള പണിയുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഒരുപാട് കൂട്ടുകാർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം, നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റ ബൈ, സീ യു.